ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈദ് ഹോളിഡേയ്സ് ആയിട്ട് ഈ പ്രാവശ്യം ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. ഈ ഒരു ട്രിപ്പിന് വേണ്ടി അങ്ങനെ കുറേ നാളത്തെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല കേട്ടോ. പെട്ടെന്നാണ് എല്ലാം ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹോളിഡേ മേക്കേഴ്സ് ആണ് കേട്ടോ ആ ഒരു ട്രാവൽ ടൂറിസം വരുന്നത്. അപ്പോൾ അവരേലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ദിവസം ലീവ് എടുക്കണം. 4-ാം തീയതി ലീവ് എടുക്കുന്നുണ്ട്. 5, 6, 7 പിന്നെ 8-ാം തീയതി സൺഡേ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ലീവ് എടുക്കണ്ടല്ലോ, ഓൾറെഡി ഓഫാണ്. അപ്പോൾ ഇതിന് അടുപ്പിച്ച ദിവസങ്ങൾ കിട്ടി. അപ്പോൾ അതേ 4-ാം തീയതി പുലർച്ചെ ആയിട്ടുണ്ട് കേട്ടോ. 3-ാം തീയതി രാത്രി തന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അബുദാബിയിൽ നിന്നാണ് അവരുടെ ഫ്ലൈറ്റ്. ഞങ്ങളുടെ കൂടെ ഇന്നപ്പോൾ കസിൻസ് 2 പേരും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ വേറെ നമ്മുടെ ആ പാക്കേജിലുള്ള വേറെ ഏതൊക്കെ ഫാമിലീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അറിയില്ലല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞാലല്ലേ അറിയുള്ളൂ. നമ്മളതൊന്നും പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളതേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയതേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ 4-ാം തീയതി പുലർച്ചെ ഒരു 4:30 നേരത്താണ് കേട്ടോ ഇവിടെ നിന്ന് ഫ്ലൈറ്റ്. 7:30 ആകുമ്പോൾ അതവിടെ അസർബൈജാനിൽ എത്തും. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ നേരത്തെ ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ വേണ്ടി ഫോട്ടോയൊക്കെ എടുത്തു ചേട്ടൻ. പിന്നെ ആ നേരത്തെ ഇവിടെ ലോഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് വന്നു. അപ്പോൾ അതേ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ വേഗം കയറിയിരുന്ന അറിയാമല്ലോ, കുറച്ച് വലിയ എയർപോർട്ടാണ് അബുദാബി എയർപോർട്ട്. അത്യാവശ്യം വലുതാണ് കേട്ടോ. അതിൽ കയറിയിരിക്കുക, ബസ്സിൽ കയറിയിരുന്ന് പോകുമ്പോഴാണ് കേട്ടോ അറിയുന്നത് ഇത്രയും വലിയ എയർപോർട്ടാണെന്ന്. അങ്ങനെ വിസയറാണ് കേട്ടോ ഫ്ലൈറ്റ്. ലഗേജൊക്കെ വെയിറ്റ് വെക്കുന്ന സമയത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കയ്യിൽ നമുക്ക് ആകെ 10 കിലോയാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് പിന്നെ വെയിറ്റിൻ്റെ കാര്യം അത്ര വലിയ ടെൻഷൻ ഉണ്ടായില്ല. എന്നാലും അവർ കാണിച്ചു തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാഗ് ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. 40 സെൻറ്റിമീറ്ററിന് മുകളിലൊന്നും ബാഗിൻ്റെ ആ ഒരു ഹൈറ്റ് ഒന്നും പാടില്ല. അപ്പോൾ 1-2 സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ കൂടെ പിന്നെ കസിൻസ് ഉള്ളതുകൊണ്ട് അവരുടെ ബാഗിലേക്ക് മാറ്റേണ്ടി വന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്ലൈറ്റ്. പെട്ടെന്നുള്ളൊരു ട്രിപ്പ് ആയതുകൊണ്ട് അസർബൈജാൻ എങ്ങനെയാണോ അതൊന്നും ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ വ്ളോഗ് കാണുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഐഡിയ ഇല്ലാണ്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷെ നല്ല എക്സൈറ്റഡ് ആണ്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണല്ലോ UAE. അപ്പോൾ അവിടെ നല്ല ക്ലൈമറ്റാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സംഭവങ്ങളൊന്നും അറിയില്ല കേട്ടോ. ജസ്റ്റ് ഒരു പേര് മാത്രമേ അറിയുള്ളൂ, അസർബൈജാൻ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ വിൻഡോ സീറ്റ് കിട്ടണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ കയറി ഇരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പതുക്കൊന്നും ഇരിക്കേണ്ടി വന്നിട്ട് വേറെ ആളായിരുന്നു. അപ്പോൾ അങ്ങനെ വിൻഡോ സീറ്റ് ഒന്നും കിട്ടിയില്ല. രാവിലെ തന്നെ ഇങ്ങനെ അസർബൈജാൻ എയർപോർട്ടിൽ എത്തുമ്പോൾ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കേണ്ടി വന്നു. വിൻഡോ സീറ്റും കിട്ടിയില്ല. ഈ ഒരു ഹോളിഡേ മേക്കേഴ്സിൻ്റെ പാക്കേജിൽ ഇപ്പോൾ വരുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, പിന്നെ അവിടെ എത്തിയിട്ടുള്ള അക്കോമഡേഷൻ ഉണ്ട്, പിന്നെ സൈറ്റ് സീയിങ് ഉണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസിലുള്ള ടിക്കറ്റൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് തന്നെ എടുക്കണം. അപ്പോൾ ഈ അസർബൈജാൻ എയർപോർട്ടിൽ എത്തി അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിസ എടുക്കണം, സിം എടുക്കണം, അതൊക്കെ കഴിഞ്ഞതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അസർബൈജാൻ ഹൈദരാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഒരു ചെറിയ എയർപോർട്ടാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ലാൻഡിങ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. പിന്നെ ആ ഒരു എമിഗ്രേഷൻ പ്രൊസീജിയേഴ്സിൻ്റെ അവിടെ കുറച്ച് ഡിലേ ആയി. അപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും പിന്നെ അവരുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ ബസ്സിൽ കയറിയിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എങ്ങനെയാണ് അസർബൈജാൻ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് അടിപൊളിയാണ്. ഭയങ്കര വെയിൽ കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. പക്ഷെ നല്ല ക്ലൈമറ്റാണ്. എയർപോർട്ടിൽ നിന്ന് ബസ്സിൽ കയറിയിരുന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലായിട്ടോ ഇവിടെ എങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് ബിൽഡിങ് കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ പഴയ രീതിയിലുള്ള കുറച്ച് വീടുകൾ, പിന്നെ അതേ ഇങ്ങനെ കുറേ മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നേക്കുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് ഇവിടെ സ്പ്രിങ് കഴിഞ്ഞ് സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമാണ്. ചെറിയ രീതിയിൽ മഴയുണ്ട്, എന്നാൽ ഭയങ്കര സ്നോഫോൾ കാര്യങ്ങൾ അതൊന്നുമില്ല കേട്ടോ ഈ ഒരു ടൈമിൽ. ഇത് നല്ല ക്ലൈമറ്റാണ്. ബാക്കു അസർബൈജാൻ സിറ്റി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാറുകൾ എന്നൊക്കെ പറയുന്നത് ഒരു വിൻറ്റേജ് ടൈപ്പ് കാറുകളാണ് കേട്ടോ. അങ്ങനെ പുതിയ മോഡലുള്ള കാറുകളൊന്നുമില്ല, ഉണ്ട് പക്ഷെ കുറവാണ്. കൂടുതലും മറ്റേ വിൻറ്റേജ് ടൈപ്പുള്ള അംബാസഡർ ടൈപ്പ് കാറുകളൊക്കെയാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. സിറ്റി കഴിഞ്ഞ് കുറച്ചും കൂടി അകത്തേക്ക് പോകുമ്പോൾ നല്ല ക്ലീൻ ആണ് കേട്ടോ. അസർബൈജാൻ എന്ന് പറയുന്ന ഒരു ബാക്കു സിറ്റിയൊക്കെ നല്ല ക്ലീൻ ആണ്. പോകുന്ന വഴിയിലൊക്കെ അത് എന്തൊക്കെയോ മരങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് എന്ത് മരമാണെന്ന് അറിയണില്ല. ആപ്പിൾ ഉണ്ട്, പിന്നെ അതുപോലെ പ്ലം ഒക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നിറച്ച് മൾബറി മരങ്ങളാണ് കേട്ടോ എല്ലായിടത്തും കണ്ടത്. മൾബറി ഇങ്ങനെ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. ചെറിയ ചെടികളല്ലേ കണ്ടിട്ടുള്ളൂ നാട്ടിൽ. പക്ഷെ ഇവിടുത്തെ മൾബറി മരം എന്നൊക്കെ പറയുന്നത് വലിയ മാവൊക്കെ പോലെ അല്ലെങ്കിൽ പ്ലാവൊക്കെ പോലെ വലിയ മരങ്ങളാണ്. പിന്നെ ഇവിടുത്തെ കുറച്ച് സിറ്റി എത്തിയപ്പോൾ ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ്. ബസ്സിൽ ഞങ്ങളുടെ കൂടെ ആ സെയിം പാക്കേജിലുള്ള കുറേ പേരുണ്ട് കേട്ടോ. പക്ഷെ ആരായിട്ട് അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ല. ഇനി അവിടെ എത്തിയിട്ട് പതുക്കെ വേണം അവരെവിടെയാന്നൊക്കെ ചോദിക്കാനൊക്കെ. അപ്പോൾ കൂടെ ഡ്രൈവർ കൂടാതെ പിന്നെ കൂടെ ഒരു അസർബൈജാൻ ലേഡി ഗൈഡ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ.
ബസ്സാണെങ്കിൽ അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ, ഒരു 10-30 പേരുണ്ട് ബസ്സിൽ. പക്ഷേ ഈ ഒരു റോഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ചെറുതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെയോ ആണ് പോണത്. തട്ടിയില്ല എന്ന് പറയുന്ന പോലെയൊക്കെയാണ് കേട്ടോ ബസ്സൊക്കെ പോണത്. കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാവുമെന്ന് വിചാരിക്കുന്നു. അവർ പറയുന്നുണ്ട് നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, അപ്പോൾ അവിടെ നിർത്തുമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് നമ്മൾ കഴിക്കണം. നാളെ തൊട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇവരുടെ പാക്കേജിലുള്ളത്. ബാക്കി നമുക്ക് ഉച്ചയ്ക്കും വൈകുന്നേരത്തിനുള്ള ഫുഡൊക്കെ നമ്മൾ തന്നെ കഴിക്കണം. നമുക്ക് വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്താണ്, അപ്പോൾ മെനു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടുത്തെ വെറൈറ്റീസ് എന്തൊക്കെയാണെന്ന്. മെനു കാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ ചെറുതായി ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. കാരണം ഇവരുടെ അസർബൈജൻ ലാംഗ്വേജ് ആണ്, നമുക്കൊന്നും വായിക്കാനായിട്ട് കിട്ടണില്ല. കുറച്ച് മെയിനായിട്ടുള്ള കോള, പെപ്സി, അതുപോലെ പിസ്സ എന്നൊക്കെ മാത്രമേ വായിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ ഇവിടെയുള്ളവർക്കാണെങ്കിൽ നമുക്കത് അവരുടെ ലാംഗ്വേജ് ആണല്ലോ, അസർബൈജൻ ആണ്. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ അറിയില്ല, ഒട്ടും അറിയില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആംഗ്യ ഭാഷയൊക്കെ കാണിക്കണം. പിന്നെ അതേ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യാതെ അവർ തന്നെ ആദ്യമേ നമുക്ക് കൊണ്ടുവയ്ക്കുന്നതാണ്. അപ്പോൾ അതേ റൊട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഇങ്ങനെ കഴിച്ചു തുടങ്ങി. എന്തൊക്കെയാണെന്ന് ഓർഡർ കൊടുത്തിട്ടില്ല കേട്ടോ, പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തൊക്കെ ഭയങ്കര ചട്ടം കയറി കഴിക്കാനാണ്. കബാബൊക്കെ പിന്നെ എല്ലാ സ്ഥലത്തും ഓരോ പനിയോ കബാബ് പിന്നെ വരെ ഷോർണർ പണ്ട് ഓർഡറാണ്. അത് വേറെ മെനു കാർഡ് നോക്കിയിട്ട് എന്ത് ഓർഡർ ചെയ്യണമെന്ന് അറിയണില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കൂടുതലും കബാബ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല മീറ്റൊക്കെ നല്ല അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ വ്ളോഗുകളിലൊക്കെ. അപ്പോൾ അതേ ഇങ്ങനെ ഒരു പ്ലേറ്റർ വാങ്ങിച്ചേക്കുന്നത് കബാബ് മിക്സഡ് പ്ലേറ്ററാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. അതിലിപ്പോൾ ചിക്കൻ ഉണ്ട്, പിന്നെ മട്ടൻ വരുന്നുണ്ട്, ബീഫ് അങ്ങനെ വരുന്നൊരു സംഭവമാണ് വാങ്ങിച്ചേക്കുന്നത്. ചിക്കനൊക്കെ നല്ലതാണ് കേട്ടോ, നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റാത്ത സംഭവങ്ങളൊന്നുമില്ല. ആ ഒരു ഡിപ്പൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. കൂടെ റൈസ് ഉണ്ട്, പിന്നെ റൊട്ടി പോലത്തെ സംഭവം, കുബൂസൊന്നുമല്ല, ഒരു റൊട്ടി പോലത്തെ സംഭവങ്ങൾ പറഞ്ഞു. പിന്നെ അവിടെ ലൈവായിട്ട് പിസ്സ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ പിസ്സ കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരു വലിയ പിസ്സ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ, അവന് കാണിച്ചു കൊടുക്കാം. ഇനിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിനെല്ലാം ഇപ്പോൾ കഴിക്കലോ, അവരിങ്ങനെ നിർത്തിത്തരും, നമുക്ക് ഇഷ്ടമുള്ള കടകളിൽ കയറിയിട്ട് കഴിക്കാമായിരിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വന്നിരുന്നപ്പോൾ അതേ അവരുടെ അസർബൈജൻ ഒരു സ്വീറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു അകത്തൊരു ഐസ്ക്രീമൊക്കെ പോലത്തെ നല്ലൊരു സ്വീറ്റ്. പിന്നെ അതേ ഒരു സുലൈമാനി കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാർഡ് ഉണ്ടായിരുന്നില്ല, അത് കാണിച്ചു ഒരു നീല കാർഡ് കാണിച്ചില്ല, അതിൽ ചോദിച്ചോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞെങ്കിൽ നേരെ റൂമിലേക്കാണെന്ന് കേട്ടോ വിചാരിച്ചത്. ഇന്നിനി പുറത്തേക്കൊന്നും ഇറക്കുന്നുണ്ടാവില്ല, രാത്രിയാകുമ്പോൾ ജസ്റ്റ് ഒന്ന് സിറ്റിയൊക്കെ കാണാൻ കൊണ്ടുപോകുന്നതാണ് കേട്ടോ വിചാരിച്ചത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അസർബൈജൻ ബാക്കു സിറ്റി വഴി വന്നപ്പോൾ എവിടെ ഒരു സ്ഥലത്ത് നിർത്തിട്ടോ. ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വെയിലുണ്ടാവുമെന്ന് പേടിച്ചിട്ട് കോട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഭാഗ്യമായി. അവിടെ എത്തി കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ അവിടെ ഇറങ്ങിയിട്ടോ. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ബാക്കുവിലെ ഒരു മെയിൻ ആയിട്ടൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കാറുകളുടെ വിൻറ്റേജ് കാറുകളുടെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ ചെറിയ രീതിയിൽ വണ്ടി പ്രാന്തന്മാരായതുകൊണ്ട് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ. വേഗം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയേക്കാണ്. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം.
ഈ കാണുന്നത് ബാക്കു രാജാവ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടികളാണ് കേട്ടോ ഇവിടെ ഈ കാണുന്നത്. വണ്ടി പ്രാന്തന്മാരാണ്. ദേ ഇതുപോലത്തെ വിന്റേജ് കാറുകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അസർബൈജാൻ ബാക്കുവിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത് കേട്ടോ. അത്രയും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാറുകളുണ്ട്. എനിക്കിതിനെ പറ്റി പിന്നെ വലിയ അറിവില്ലാത്തതുകൊണ്ട് അത്രയൊരു ഇത് തോന്നുന്നില്ല കേട്ടോ കാണുമ്പോൾ. ഇവരുടെ ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള കാറുകളാണെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല കേട്ടോ. ഇപ്പോഴും അതുപോലെ അടിപൊളിയായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണോണ്ടായിരിക്കും ഒരു പെയിൻറ്റ് പോലും പോയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ഷൈനിങ് ആണ്. ഇവിടെ കാണുന്ന ഈ ഒരു വണ്ടികൾ ആ ഒരു രാജാവ് ഉപയോഗിച്ചിരുന്ന സമയത്ത് ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വണ്ടികളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വന്ന ബസ് ദേ താഴെ കിടക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് അസർബൈജാൻ കാക്കകളാണ്. കണ്ടില്ലേ, കാക്കകൾ വരെ നല്ല വെറൈറ്റി കാക്കകളാണ്. മെയിനായിട്ടുള്ള ഒരേ സ്പോട്ടുകളിൽ നിർത്തുമ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു കൂടിപ്പോയി 1 മണിക്കൂറൊക്കെയാണ് കേട്ടോ നിർത്തുക. അതിനുള്ള വേഗം പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വരണം. അപ്പോൾ ദേ നേരെ നമ്മൾ നിൽക്കണ ആ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അൽബ എന്നാണ് കേട്ടോ പേര്, ബാക്കുവിലാണ് വരുന്നത്. അപ്പോൾ ദേ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നേരെ ദേനി ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. ഇന്ന് 4-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു കേട്ടോ ഇവിടെ എത്തി ഹോട്ടൽ റൂമിലെ ചെക്കിംഗ് ആയിരുന്നത്. 3:15 ആകുമ്പോഴേക്കും എല്ലാവരും കറക്റ്റ് റെഡി ആയിട്ട് ബസ്സിൽ വന്ന് ഇരിക്കണം എന്ന് കേട്ടോ അതേ മെസ്സേജ് വന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ. വന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും ടൈമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് അടുത്തൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ റൂമൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ. കുഴപ്പമില്ലാത്ത നല്ല റൂമാണ്. നമ്മൾ പകലല്ലാത്ത ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണല്ലോ. അപ്പോൾ ഈ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ഈ മരങ്ങളിലൊക്കെ എന്തൊക്കെയോ നിൽക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല കേട്ടോ. ചൂടാവണ ഒരു സമയത്താണല്ലോ എല്ലാം അങ്ങനെ ഉണ്ടായി തുടങ്ങുക. അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അതെന്തോ ഒരു ഇവിടുത്തെ ഒരു ഫ്രൂട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് അങ്ങനെ പ്ലം ആണോ എന്താണെന്നൊന്നും അറിയുന്നില്ല. പക്ഷേ ഈ മരം നിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല നീറ്റാണ് കേട്ടോ ഈ ഒരു ബാക്കു സിറ്റി എന്നൊക്കെ പറയുന്നത്. ബാക്കു ഹൈലാൻഡ് പാർക്കിലെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. മഴയൊക്കെ മാറി ഭയങ്കര ചൂടുമില്ല വെയിലുമില്ല. നമുക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല ക്ലൈമറ്റ് ആണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്.
ബസ്സിൽ ഓരോ സ്പോട്ടിൽ ഇറക്കി വിടുമ്പോഴും പറയും കേട്ടോ, ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 1 അവറിനുള്ളിൽ എല്ലാവരും കറങ്ങി ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വരണമെന്ന് പറയും. ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അതേ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു തുടങ്ങും കേട്ടോ. കൂടെയുള്ള ഗൈഡ് ലേഡിയാണ്. അപ്പോൾ ആൾ നല്ല കമ്പനിയാണ് കേട്ടോ. ആളിങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും എല്ലാവരും എവിടെയാണ് അല്ലെങ്കിൽ ഒരു കടയരത് പറഞ്ഞിട്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവിടേക്ക് വരാൻ പറയും കേട്ടോ. പിന്നെ ബാക്കു അസർബൈജാനിലെ മെയിൻ ഇങ്ങനെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും കൂടെ അതേ ഫോട്ടോ ഒക്കെ എടുത്ത് അവരെ ഗ്രൂപ്പിലിടാൻ വേണ്ടി അതും ചെയ്യും കേട്ടോ. സിംഗാണ് സിംഗം. സിംഗം കുറച്ച് സിംഗായിരിക്കും. രാത്രിയായി. അപ്പോൾ തിരിച്ചതേ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12 മണി ആവണേക്കാളും മുൻപ് ഒരു 10 മണി ആകുമ്പോഴേക്കും കടകളല്ലാതെ ഇങ്ങനെ ക്ലോസ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് 12 കടകളൊക്കെ അടച്ചു. അപ്പോൾ അങ്ങനെ അതേ ലാസ്റ്റ് ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ ഫുഡ് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ, നോക്കാൻ പോയിട്ട്. No, dining. You have mixed grill? കടയിൽ വന്ന് നോക്കുമ്പോൾ എല്ലാതും ഇവിടെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെല്ലാം കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും റോളൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നോക്കിയിട്ട് ഇതാണ് കേട്ടോ കിട്ടിയത്. അതിലതേ ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ അതേ ലിവർ ഉണ്ട്, പിന്നെ അതേ ഒരു ടൈപ്പ് ബ്രെഡ് ഉണ്ട്, പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടായത്. ആകെ ബാക്കി ഉണ്ടായത് ഈ ഐറ്റംസ് ആണ്. ഇന്നിപ്പോൾ കണ്ടത് ഡേ 1 വിശേഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ കറക്റ്റ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരും കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ. അങ്ങനെ കറക്റ്റ് ആ ഒരു 8 മണിയാകുമ്പോഴേക്കും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വേഗം വന്ന് ബസ്സിൽ കയറി ഇരിക്കണം, അന്ന് എവിടേക്കൊക്കെയോ പോകുന്നതെന്നൊക്കെ വാട്സപ്പിലെ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇനി നാളെ ഇവിടെ ഒരു ഹോട്ടലിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.